ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 54 റിവ്യൂ ആണ്. നിങ്ങൾ വിചാരിക്കും ഇത് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് എന്ന്. ആക്ച്വലി ഈ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 54 റിവ്യൂ ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നാവ് അങ്ങോട്ട് ഉളുകി പോകാറുണ്ട്. എല്ലാ ആളുകൾക്കും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്കത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ചില സംഖ്യകളൊക്കെ പറയുന്ന സമയത്ത് അയ്യോ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ വേണമെങ്കിൽ റിവ്യൂ കൊടുക്കാം. ഒന്നെങ്കിൽ എൻ്റെ സ്ഥിരം പുച്ഛം കലർന്ന പരിഹാസ ശൈലിയിൽ വേണമെങ്കിൽ പറയാം, എന്തോന്ന് കണ്ടസ്റ്റൻസ് ഇത്, എന്തോന്ന് സീസൺസ് ഇത്, ബിഗ് ബോസ് ഈ ക്ലാസിക് ടാസ്കുകളൊന്നും ഇവർക്ക് കൊടുക്കരുത്, ഇവരത് റദ്ദ് ചെയ്ത് കളയും, ഇവർക്കത് കളിക്കാനായിട്ട് കഴിയില്ല, മടിയാണ്. വേണമെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, സൂപ്പർ കണ്ടസ്റ്റൻസ്, ബ്രില്യൻ ഗെയിമേഴ്സ്, ഈ കഷ്ടപ്പെട്ട് 2-3 ദിവസം 5-6 റൗണ്ട് വെച്ച് കളിക്കുന്ന ടാസ്കുകളൊക്കെ റദ്ദ് ചെയ്ത് കളഞ്ഞിട്ട് സിമ്പിളായിട്ടുള്ള കസേരകളി പോലുള്ള ടാസ്കുകൾ ബിഗ് ബോസിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുള്ള മാസ്മരിക പ്ലെയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. കാരണം ഇമ്മ്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നലത്തെയും ഇന്നത്തെയും ടാസ്കിൻ്റെ ഉദ്ദേശം. അത് ഇന്നലത്തെ ടാസ്കിലാണ് ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഒരു കണ്ടസ്റ്റൻറ്റിന് കൊടുക്കേണ്ടത്. എന്നാൽ ആ ഒരു ടാസ്ക് ഇവർ റദ്ദ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ബിഗ് ബോസ് മര്യാദ പഠിച്ചു. ബിഗ് ബോസ് ക്രൂവിൽ നിന്ന് കൂടി 2 ആളുകൾ ഇറങ്ങിയിട്ട് ഇവരുടെ കൂടെ കളിച്ച് ഒരു കസേര കളിയുടെ പരിഷ്കരിച്ച ഒരു കളിയൊക്കെ കളിപ്പിച്ചിട്ട് ഇമ്മ്യൂണിറ്റി കൊടുത്തു. എന്തൊരു ഗതികെട്ട അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഈ ക്ലാസിക് ടാസ്കുകളൊക്കെ ഇവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ ക്ലാസിക് പദവി നഷ്ടപ്പെടുത്തി കളയേണ്ട ആവശ്യമുണ്ടോ? അതിങ്ങനെ കാത്തു വെക്കുമോ? ഏതെങ്കിലും നല്ല സീസണൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാം. ഇവർ ആ ഒരു ടാസ്കൊക്കെ അയ്യേ ഇത് ആർക്കും കിട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് റദ്ദ് ചെയ്ത് കളയ്ക്കും. ഇതിപ്പോൾ കസേര കളിയുടെ പരിഷ്കരിച്ച ഒരു പതിപ്പ്. മുട്ടായി പെറുക്കോ, തവളച്ചാട്ടമോ, എണ്ണമരത്തിൽ കയറ്റമോ, ഇങ്ങനെ ഓണത്തിനൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പരിപാടികളൊക്കെ ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന നമുക്കും ഒരു രസം ഉണ്ടാവും, ഇവരും അത് കളിച്ചുകൊണ്ടങ്ങ് പോയിക്കോളും. ആരെങ്കിലുമൊക്കെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ കൂടെ അങ്ങ് പോയിക്കോളും. ഈ കസേര കളിയുടെയൊക്കെ പരിപാടി അങ്ങനെയല്ലേ? കസേര കളി പോലെ നല്ല രസമുള്ള സിമ്പിളായിട്ടുള്ള മറ്റൊരു ഗെയിം എനിക്കറിയത്തില്ല. അത്ര സിമ്പിളായിട്ടുള്ള കളിയാണ്, എല്ലാ ആളുകൾക്കും കളിക്കാം. പ്രത്യേക കായിക ക്ഷമതയൊന്നും അതിനാവശ്യമില്ല. എല്ലാ ആളുകൾക്കും പ്രായഭേദമന്യേ ആർക്കും ആരോടൊപ്പവും മത്സരിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ കസേര കളി. അപ്പോൾ ആ ഒരു കളിയിലൊക്കെ ആണെങ്കിൽ നമ്മളങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാകുന്നത് വരെ നമുക്കതിൽ ആവേശം ചോരില്ല, നമുക്ക് ഇറങ്ങാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അത് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പണിക്കുപ്പി ടാസ്കിൽ നമ്മൾ കണ്ടത്. ഇനി ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോർണിംഗ് ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടസ്റ്റൻസിന് വന്ന ഒരു ചേഞ്ചൊക്കെ സഹ കണ്ടസ്റ്റൻസ് പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ BB+ വരികയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ബിന്നിയുടെ ഒരു ഗെയിം മാറ്റത്തെക്കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ സംസാരിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ കണ്ടസ്റ്റൻസിൽ പല ആളുകളും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അക്ബർക്ക് അതിനെക്കുറിച്ചിട്ട് മോർണിംഗ് ടാസ്കിൽ സംസാരിച്ചിരുന്നു. അതേപോലെ തന്നെ എപ്പിസോഡിൽ ഒരു ഭാഗത്ത് ബിന്നി മറനീക്കി പുറത്തു വന്നു എന്നൊക്കെ സംസാരിക്കുന്നത് കേട്ടില്ലേ? അപ്പോൾ അങ്ങനെയാണ് ബിന്നിയുടെ ഗെയിം. ആ ഒരു ബിന്നിയുടെ ഗെയിമിനെ കൂടുതൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് എപ്പിസോഡിൽ കാര്യമായിട്ട് ബിന്നിക്ക് പ്ലേസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബിന്നിക്ക് അത്ര സ്പേസ് ഒന്നും രാവിലെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ബിന്നിയെ കൂടുതലൊന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയുള്ള എപ്പിസോഡായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ബിന്നി, ഷാനവാസ് എന്നിവർ തമ്മിലുള്ള ഒരു അലമ്പ്. ബിന്നി കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അലമ്പ് ഉണ്ടാവുന്നതാണ്. ഇന്ന് ഷാനവാസാണ് അങ്ങടേക്ക് മരുന്നിട്ട് കൊടുത്തത്. ഷാനവാസിൻ്റെ ചപ്പാത്തി അവിടെ വെച്ചിട്ട് പോയിരുന്നു. ആ ഒരു ചപ്പാത്തി കാക്കാനായിട്ട് അവിടെ കിച്ചണിലുണ്ടായിരുന്ന ബിന്നിക്ക് പറ്റിയില്ല. കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ബിന്നിക്ക് പറ്റിയില്ല. അത് ബിന്നിയുടെ വീഴ്ചയാണെന്ന് ഷാനവാസ്. എന്നാൽ അത് ബിന്നിയുടെ വീഴ്ചയല്ല എന്ന് ബിന്നി. ഷാനവാസ് ചപ്പാത്തി ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഉരുട്ടി വെച്ചിട്ട് കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ചപ്പാത്തി ആവില്ല എന്ന് ബിന്നി. 40 ചപ്പാത്തിയുടെ കണക്ക് 35 ചപ്പാത്തിയുടെ കണക്കുമൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബിന്നി അവിടെ ഇങ്ങനെ കസറി കയറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിൻ്റെ കയ്യിൽ വലിയ കാര്യമായിട്ടുള്ള പോയിന്റുകളൊന്നുമില്ല. ഷാനവാസ് പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അലമ്പുണ്ടാക്കി മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗടിയാണ്. ഇപ്പോൾ ഷാനവാസിന് ഒരു ചലഞ്ചുണ്ട്. ഷാനവാസ് പോലും അറിയാത്ത ഒരു ചലഞ്ചുണ്ട്. ഷാനവാസ് അതിനെ വളരെ ഈസി ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതൊരു ത്രെട്ടാണ്. നമ്മൾ വിചാരിക്കും ഷാനവാസ് അനീഷിനോട് വിശ്വാസവഞ്ചന കാണിക്കുന്നു, അനീഷ് ആകെ മൊത്തത്തിൽ ഗെയിമിൽ പെട്ടുപോകുമെന്ന്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ഷാനവാസിൻ്റെ ആ ഒരു വിശ്വാസവഞ്ചന അനീഷിന് ഗുണകരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അനീഷ് വെറുതെ നിന്നാലും മറ്റേ പെങ്ങളൂട്ടി ആദിലയും ആങ്ങളൂട്ടി ഷാനവാസും കൂടെ അനീഷിനുള്ള ഗെയിം സെറ്റ് ചെയ്ത് കൊടുത്തോളും, അനീഷിന് സപ്പോർട്ട് കയറ്റി കൊടുത്തോളും. കാരണം ഇവർ രണ്ടുപേരും കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, ഇവരിങ്ങനെ ചേട്ടൻ അനിയത്തി കളിച്ചിട്ട് കളിക്കുന്ന കളി ശരിക്കും പറഞ്ഞാൽ വെറുപ്പിക്കലാണ്. ഷാനവാസിനോട് നമുക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിലേക്കുള്ള ഒരു പെരുമാറ്റമൊന്നും അനീഷിൻ്റെ അടുത്തോ ബാക്കിയുള്ള ആളുകളുടെ അടുത്തോ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇഷ്ടം തോന്നുന്ന തരത്തിലേക്കുള്ള ഒരു ഗെയിം പ്ലാനിംഗ് ഒന്നും ഷാനവാസിൻ്റെ കയ്യിലില്ല. അപ്പോൾ ഷാനവാസിന് ആകെ ഉള്ളത് മറ്റേ അനീഷിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് പരിപാടിയും അതുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് ഒക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനെ അനീഷിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേറെ ആരെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്ബറുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ അതിൽ ഭേദം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മെജോറിറ്റി അക്ബറിനെ സപ്പോർട്ട് ചെയ്യും. അക്ബറിന് കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ഉണ്ട്, നിലപാടുകൾ പറയാൻ അറിയാം. ഷാനവാസിനെ പോലെ ഏതെങ്കിലും ഒരു
ചെറിയ കാര്യത്തിൽ ഒരു ലോജിക്കും ഇല്ലാതെ അലമുണ്ടാക്കുന്ന പരിപാടി അക്ബറിനില്ല. അപ്പോൾ അനീഷുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഷാനവാസ് ഒരു നല്ലൊരു കണ്ടസ്റ്റൻറ്റോ അല്ലെങ്കിൽ നല്ലൊരു ആളോ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടത്തുള്ളൂ. പിന്നീട് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടത് ആദില, അനീഷ് എന്നിവർ തമ്മിലുള്ള ഒരു വഴക്കാണ്. ശരിക്കും പറഞ്ഞാൽ ആദിലയുടെ പല പരിപാടികളും ഭയങ്കര ബോറിംഗ് ആണ്. അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തീരെ അങ്ങോട്ട് പറ്റണില്ല. കാര്യം അനീഷിനോട് എനിക്ക് അത്രയധികം വലിയ താല്പര്യമൊന്നും ഇല്ല എങ്കിൽ കൂടെ ആദിൽ അനീഷിനോട് പെരുമാറുന്നത് കാണുമ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നും, അനീഷിനോട് ഇഷ്ടം തോന്നും. കാരണം അമ്മാതിരി വെറുപ്പിക്കലാണ് ആദില അനീഷിൻ്റെ അടുത്ത് ഇറക്കുന്നത്. ആദിലക്ക് എന്താണ് വല്ല കൃഷി വല്ലതും ഉണ്ടോ, അനീഷിനോട് വല്ല കൃഷി വല്ലതും ഉണ്ടോ? ഈ കൃഷി ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് കാണാം, അവരുടെ പിറകെ നടക്കുന്നത് കാണാം, ഒരു കാരണം ഉണ്ടാക്കി അവരെ ഇങ്ങനെ വഴക്കുണ്ടാക്കി അവർ പിണക്കം കണ്ട് ആസ്വദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെയുള്ള വല്ല കൃഷി വല്ലതും ആണോ, അല്ലാതെ വേറെ എന്തുവാണ് അവിടെ ഉള്ളത്? ഒരു ഗെയിമും ഇല്ല അവിടെ. ഷാനവാസ് ഈ അനീഷുമായിട്ടുള്ള ഇഷ്യൂ പറഞ്ഞു തീർക്കാൻ വേണ്ടി ആദിലയെ ഉപദേശിക്കുന്ന സമയത്ത് ആദിലത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതിലുള്ള മൈൻഡിൽ വേറെ എന്തൊക്കെയോ ആണ്. അതിലെനിക്ക് തോന്നുന്നു ചുമ്മാ ഒരു രസത്തിന് വേണ്ടി അല്ലെങ്കിൽ വേറെന്തോ ഗെയിം അല്ലാത്ത എന്തോ ഒരു പ്ലാൻ, നെഗറ്റീവ് ആകാൻ വേണ്ടിയോ അറിഞ്ഞുകൊണ്ട് നെഗറ്റീവ് ആകാൻ വേണ്ടിയോ അങ്ങനെ എങ്ങോട്ടൊക്കെയാണ് ഈ അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അനീഷിന് സപ്പോർട്ടുണ്ട് എന്നറിഞ്ഞിട്ട് അനീഷിനെതിരെ നിന്ന് ചുമ്മാ എന്തോ എന്ന് പറഞ്ഞാൽ ഒട്ടും കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു കളി കളിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ചില ആളുകൾ പറയും ഇങ്ങനെ നെഗറ്റീവായിട്ട് പുറത്തേക്ക് പോയി ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, നൂറയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ പുറത്തേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സൂപ്പർ മാർഗ്ഗം എന്ന് പറയുന്നത് മറ്റേ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ഒരാൾ പണപ്പെട്ടി എടുത്ത് പുറത്തേക്ക് പോവുക, മറ്റൊരാൾ ഗെയിം ഇവിടെ കളിക്കുക. അപ്പം ഒരു വീട്ടിലേക്ക് 2 അവസരങ്ങൾ അല്ലെങ്കിൽ 2 ഇൻകം അല്ലെങ്കിൽ ഗിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് സാധ്യതയല്ലേ. ഇപ്പോൾ കപ്പ് കിട്ടിയില്ലെങ്കിൽ കൂടെ കൂടുതൽ ദിവസം ഒരാൾ നിൽക്കുന്നു, പണപ്പെട്ടി ഒരാൾക്ക് കിട്ടുന്നു, നല്ല പരിപാടിയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അവർ ട്രൈ ചെയ്യും. പക്ഷേ ഈ പരിപാടി എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഈ ഒരു ഗെയിം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ആദിലയ്ക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റും ഇല്ല. അനീഷിന് കൃത്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. ആദിലയുടെ ഗെയിം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും അനീഷിന് അത് കൃത്യമായിട്ടുള്ള ബെനിഫിറ്റ് നൽകുന്നുണ്ട്. ഇവിടെ ആദില ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അരോചകമാണ്, ദേഷ്യം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ളതാണ്. ഈ അനീഷിൻ്റെ സാധനങ്ങൾ വലിച്ചെറിയുക, പില്ലോയും അതേപോലെ തന്നെ ബെഡ്ഷീറ്റും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടുക. അതേപോലെ തന്നെ പാത്രം കഴുകാനായിട്ട് അനീഷ് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്തിനായിരുന്നു അടി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. പാത്രം കഴുകുന്നില്ല, അത് ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. ഈ വെസൽ ടീം എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി അനീഷ് കുറേയധികം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വെസൽസ് ഈ കുക്കിംഗ് ടീമിന് റെഡിയാക്കി കൊടുക്കണം. അവിടെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അത് സമയത്ത് ചെയ്തു വയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ഈ വെസലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയ്ക്ക് എന്ത് പ്രശ്നമായിരുന്നു. അപ്പോൾ അനീഷ് കഷ്ടപ്പെട്ടാണ് അത് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ആദില, ജിഷിൻ എന്നീ ആളുകളൊക്കെ അവരുടെ തോന്നിയാസം വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. ജിസയിൽ കുറച്ചും കൂടെ മാന്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ളത് കഴുകാൻ വേണ്ടി ആദിലോട് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ അനീഷ് അവിടെ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം ആര്യൻ്റെ അടുത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അത് അനീഷിൻ്റെ ഒരു രീതിയാണ്. പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് അനീഷിൻ്റെ ഒരു രീതിയാണ്. പാത്രം കഴുകുക എന്നിങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രൊവോക്ഡ് ആവുന്നു. കൂടെയുള്ള ആളുകളുണ്ടല്ലോ, മറ്റേ സന്നാഹങ്ങൾ, മറ്റേ അനു, നൂറ, അതേപോലെ തന്നെ ബിന്നി എന്നീ ആളുകളൊക്കെ. അപ്പോൾ അവർ അനീഷിനോട് പോകാൻ പറയുന്നു. അവസാനം ആദില മടുക്കുന്ന സമയത്ത് അനീഷ് പറഞ്ഞു ഞാൻ പാത്രം കഴുകിക്കൊള്ളാം. എന്നിട്ട് അനീഷ് പോയി പാത്രം കഴുകാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോഴത്തേക്ക് ആദില അങ്ങടേക്ക് വരുന്നു. അനീഷിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ വെള്ളം കുടയുന്നു, പാത്രം കഴുകിയ വെള്ളം കുടയുന്നു. അതേപോലെ തന്നെ മറ്റേ കഴുകാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങളിലെ വെള്ളം അങ്ങടേക്ക് തെറിപ്പിക്കുന്നു, അങ്ങടേക്ക് പാത്രം ഇടുന്നു. വല്ലാത്ത ഒരു മോശം പരിപാടി. എന്നിട്ട് അവിടെ കുറേ ആർഗ്യുമെൻറ്റുകൾ. അതിനകത്തേക്ക് വന്നു കുറേയധികം ടീംസ്. ഒരു ചിന്തയില്ലാതെ ഓരോ പക്ഷം ചേരാൻ വേണ്ടി കുറേയധികം ആളുകൾ ശ്രമിക്കുകയാണ്. ഷാനവാസ് ഗെയിമിൽ തൻ്റെ നിലനിൽപ്പിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിനും അനീഷിന് ഗുണമായിട്ട് കയ്യിൽ നിന്നൊന്നും ചെയ്യത്തില്ല. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. എന്നാൽ ആദിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് കൊണ്ട് 2 അടുത്ത് നിൽക്കേണ്ടതുകൊണ്ട് ഷാനവാസിന് ആ 2 അടുത്ത് നിന്നിട്ടുള്ള അഭിപ്രായം പറച്ചിൽ നല്ല ബോറിംഗ് ആയിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നൂറ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെയൊക്കെ സംയമനത്തോടെ പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട്. ആദിൽ അങ്ങനെ ചെയ്യരുത്, അത് മോശമാണ്, ഇത് മോശമാണ് എന്ന് കൃത്യമായിട്ട് നൂറ നിലപാട് പറയുന്നുണ്ട്. ശരിക്കും ആദിലാണ് അൺകൺട്രോളബിൾ. നൂറ കുറച്ചും കൂടെ മാന്യമായിട്ട് ഹൗസിൽ ഇങ്ങനെ സിങ്കായി പോകുന്നുണ്ട്. പിന്നെ നൂറയ്ക്ക് ഒടുക്കത്തെ ലക്കാണ് കേട്ടോ. ഏത് ടാസ്ക് എടുത്ത് നോക്കിക്കോ, നൂറയ്ക്ക് ഒടുക്കത്തെ ലക്കാണ്. നൂറ അല്ലാതെ വലിയ കാര്യമായിട്ട് ബ്രെയിൻ ഉപയോഗിച്ചിട്ടൊന്നും കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒടുക്കത്തെ ലക്കാണ്. പിന്നെ ഈ ഓട്ടം ചാട്ടം, അതേപോലെ തന്നെ ഓടിച്ചെന്ന് എവിടെയെങ്കിലും ചാടി നിൽക്കുക എന്നീ കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു മിടുക്കുണ്ട്. എന്നാൽ ലക്ക് ഭയങ്കരമാണ് ലക്ക്. ഇതിനുശേഷം ലിവിങ് ഏരിയയിൽ കണ്ടസ്റ്റൻസ് എത്തുകയാണ്. ബിഗ് ബോസ് തൻ്റെ വിഷമം പ്രത്യേകിച്ച് ഭാവ പ്രകടനങ്ങളൊന്നും ഇല്ലാതെ അറിയിക്കുകയുണ്ടായി. 3 റൗണ്ട് റദ്ദാക്കി.
BB ബോട്ടിൽ ടാസ്ക് ഇതോടെ ഇവിടെ കഴിഞ്ഞു. ഇവിടെയുള്ള ആളുകളുടെ മെൻറ്റാലിറ്റി തനിക്കും വേണ്ട വേറെ ആർക്കും വേണ്ട എന്നുള്ള രീതിയിലാണ്. തനിക്കൊപ്പം പോകുന്നവരോട് പോരാടി മത്സരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതാണ് പോരാട്ട വീര്യം എന്നൊക്കെ ബിഗ് ബോസ് അവർ ഉപദേശിക്കുന്നുണ്ട്. എന്ത് കാര്യം, അത് പോരാളിയുടെ ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് അതൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്നു? അപ്പോൾ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി വേണ്ടേ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുകയാണ്. ഇമ്മ്യൂണിറ്റി വേണ്ടേ നിങ്ങൾക്ക്? ശരിക്കും പറഞ്ഞാൽ അവർക്ക് എനിക്കൊന്നും വേണ്ട, എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, എന്നാലും അവർക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ വലിയ സന്തോഷം എന്നുള്ളൊരു മൈൻഡാണ്. ഇപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇമ്മ്യൂണിറ്റി വേണ്ടേ, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇമ്മ്യൂണിറ്റി തരണം, അതാണ് എൻ്റെ ഇന്നലത്തെയും ഇന്നത്തെ അജണ്ട, അത് തരാൻ വേണ്ടി ഞാൻ ഏത് റേഞ്ചിലേക്ക് ഇറങ്ങി വരാനായിട്ട് റെഡിയാണ്, ഞങ്ങളും കൂടെ കൂടട്ടെ, ഞങ്ങളും കൂടെ കൂടിയിട്ട് ഒരു ഗെയിം കളിച്ചാലോ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. ഇങ്ങനെയല്ല പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുകയാണ്, പണിക്കൂപ്പി ടാസ്ക്. അത് അപ്പോഴല്ല കൊടുക്കുന്നത്, പിന്നീടാണ് കൊടുക്കുന്നത്. ലിവിങ് ഏരിയയിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ജിഷിൻ നേരെ അനുവിൻ്റെ അടുത്തേക്ക്, വീണ്ടും അനുവിൻ്റെ അടുത്തേക്ക്, ഈ ഒരു ടാസ്ക് റദ്ദാക്കിയതിൻ്റെ മുഴുവൻ കാരണവും നീയാണ്, നീ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ. ശരിയാണ്, അനു അങ്ങനെയൊക്കെ ചെയ്തത് മൊത്തത്തിൽ ആ ഒരു കളിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി പോയി, എന്തോ നാടക ടാസ്ക് ആണെന്നുള്ള രീതിയിൽ ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി പോയി. ഗെയിം ഒട്ടും മുന്നോട്ടേക്ക് പോയില്ല, മൊത്തം ഒരു അലമ്പ് പരിപാടി. കണ്ട ലൈവ് കണ്ട ആളുകളുടെ അവസ്ഥ ഭീകരം തന്നെ കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ കുളവാക്കിയതിൽ എല്ലാ ആളുകൾക്കും റോളുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനെക്കുറിച്ചിട്ട് പിന്നെ കാര്യമായിട്ടൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ഷാനവാസ് ആദിലെ പെങ്ങളുട്ടിയെ ഉപദേശിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഇന്നത്തെ ലൈവിലുണ്ടായിരുന്നു. ഈ അനീഷിൻ്റെ അടുത്ത് കാണിച്ച ആ ഒരു പരിപാടികളൊക്കെ മോശമാണ് എന്ന് ഷാനവാസ് പറയുന്നു. അതേപോലെ തന്നെ അനീഷിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് ഷാനവാസ് പറയുന്നു. അപ്പോൾ അതിൽ ഒരു പകുതി അത് സമ്മതിക്കുന്നുണ്ട്. അതിലേക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അടങ്ങാനായിട്ട് സമയമെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും അനീഷിനോട് തീരെ ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിച്ചു മാറ്റിയ കോയിൻ തിരിച്ചു കൊടുക്കുകയാണ് ഷാനവാസിന്. തിരിച്ച് അനീഷിന് കൊടുക്കത്തില്ല, ഷാനവാസിന്. ഷാനവാസ് അത് വാങ്ങി പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് അനീഷിന് കൊടുക്കുമ്പോൾ ഒരു ചീപ്പ് ബാർഗെയിനിങ് ഇന്ന് ലൈവിലൊക്കെ പല സാഹചര്യങ്ങളിൽ നടത്തിയതുപോലെയുള്ള ഒരു തരം പരിപാടി ഒരു സൗഹൃദത്തിൽ കൊണ്ടുവരുന്നത് വളരെ മോശമാണ്. കാരണം മനീഷ് വളരെ ജെന്യൂനായിട്ടാണ് ആ ഒരു സൗഹൃദത്തെ നോക്കി കാണുന്നത്. അത് ഷാനവാസിന് നെഗറ്റീവാണ്. ഇതിനുശേഷം പണിക്കുപ്പി ടാസ്ക്കാണ്. പണിക്കുപ്പി ടാസ്ക് എപ്പിസോഡിൽ കാണാത്ത ആളുകളൊന്ന് കണ്ടു നോക്കിക്കൊള്ളുക, രസമുള്ളൊരു പരിപാടിയാണ്. എത്ര സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക്കാണ്, പക്ഷെ അത് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. കാരണം അതിനകത്ത് കുറച്ച് എന്താ പറയുന്നത്, അവരുടെ ഒരു ഗെസ്സിങ്ങും അതേപോലെ തന്നെ അവരുടെ ഒരു സന്തോഷമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരത് ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നി ഈ ക്ലാസിക് ടാസ്കുകളിൽ ചിലതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള സിമ്പിൾ ടാസ്ക് കൊടുക്കുക. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മറ്റേ ബ്ലൈൻഡ് ഫോൾഡ് കെട്ടിയിട്ട് ഇങ്ങനെ കസേരകളിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ BB ക്രൂവിൽ നിന്ന് 2 ആളുകളുണ്ട്. അവരിങ്ങനെ പെട്ടെന്ന് ഒരാളുടെ ഒരു ബൗളിൽ നിന്ന് ഒരാളുടെ സിറ്റ് എടുത്തിട്ട് ആ ഒരു സിറ്റിലുള്ള പേരുള്ള ആളുടെ ബ്ലൈൻഡ് ഫോൾഡ് മാറ്റും. അപ്പോൾ ആ ഒരു ആൾ ഈ കണ്ണടച്ചിരിക്കുന്ന ആളുകളുടെ ആരുടെയെങ്കിലും മുന്നിൽ കൊണ്ടുപോയി ഒരു കുപ്പി വയ്ക്കണം. ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു കുപ്പി വയ്ക്കണം. ഔട്ടാവേണ്ട ആളെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കുപ്പി കൊണ്ടുപോയി വെച്ചിട്ട് ഔട്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അങ്ങനെ തിരിച്ചു പോയി കണ്ണ് കെട്ടിയിരിക്കണം. ബസർ അടിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും കണ്ണ് തുറന്ന് നോക്കണം. ആരുടെ മുന്നിലാണോ കുപ്പി ഉള്ളത് അയാൾ ആരാണ് അത് വെച്ചത് എന്ന് ഗസ് ചെയ്ത് പറയണം. തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഔട്ടാവും. ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ അത് വെച്ചത് അയാൾ ഔട്ടാവും. ആദ്യം തന്നെ ആരിനാണ് ഈ ഒരു ഗെയിം കളിക്കാനായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചത്. ഇതിനുശേഷം ഓരോ ആളുകളും കളിക്കുന്നുണ്ട്. ഞാനിത് മുഴുവനായിട്ട് വായിക്കുന്നില്ല, ഒത്തിരി ടൈം എടുക്കും. അത് നിങ്ങൾ നേരിട്ട് കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഏതായാലും ഫൈനൽ റൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് കുറേയധികം ആളുകൾക്ക് ലെക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട പെർഫോമൻസുകൾ ആര്യൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. പക്ഷേ ആളുകൾക്ക് ആക്ഷേപമുണ്ട്, ആര്യന് കണ്ണിൻ്റെ താഴെക്കടെ കാണാനായിട്ട് പറ്റുമായിരുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. പക്ഷേ അങ്ങനെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിലും ആര്യൻ ചിലതൊക്കെ ഊഹിച്ച് പറയുകയുണ്ടായി. ആര്യൻ 3 തവണയൊക്കെയാണ് രക്ഷപ്പെട്ടത്. ബിന്നിക്ക് നോറയ്ക്കൊക്കെ നല്ലൊരു ലെക്ക് ഈ ഒരു ഗെയിമിലുണ്ടായിരുന്നു. പിന്നെ ഒനിൽ അഭിലാഷിനെ അവിശ്വസിച്ച ഒരു രംഗം നമ്മൾ കണ്ടതാണ്. അഭിലാഷ് ഒനിലിൻ്റെ ഫ്രണ്ടിൽ കുപ്പി വയ്ക്കുമോ? വയ്ക്കില്ലല്ലോ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ലേ. പക്ഷേ ഒനിൽ അഭിലാഷ് എന്ന് ചോദിച്ചു, വേറെ ആരെയും ചോദിച്ചില്ല. അഭിലാഷാണോ വെച്ചതെന്ന് ചോദിച്ചു. അഭിലാഷ് അത് പിന്നെ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്ന ആളാണ്. അവസാനം വന്നത് അക്ബർ ആൻഡ് ബിന്നിയാണ്. ഇവരിൽ ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കേണ്ടതുണ്ട്. കണ്ണിമ ചിമ്മാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ടാസ്ക്കാണ് പിന്നീട് കൊടുത്തത്. ബിന്നിയൊക്കെ ആദ്യ റൗണ്ടിൽ കരഞ്ഞുപോയി. പക്ഷേ ബിന്നിയാണ് മാക്സിമം പിടിച്ചു നിന്നത്. അക്ബറിന് പിടിച്ചു നിൽക്കാൻ വരുന്നുണ്ടായിരുന്നില്ല. അക്ബർ കണ്ണടയ്ക്കാറാവുന്നു എന്ന് തോന്നുന്ന സമയത്ത് ചുമ്മാ വർത്താനം പറഞ്ഞിട്ട് ആ ഒരു ഗെയിം റദ്ദാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അങ്ങനെ ബെസ്റ്റ് ഓഫ് 3 എന്നുള്ള രീതിയിൽ 3 റൗണ്ടിലും ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്ത ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ്. അനീഷ് തൻ്റെ നഷ്ടപ്പെട്ട കോയിൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനീഷിൻ്റെ ഏറ്റവും വലിയ പെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷാനവാസിൻ്റെ പക്കലുണ്ട്, ഷാനവാസ് ഇത് വെച്ചിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്നുള്ളതാണ്.
പനീഷ് മറ്റേ അവസാനം ആ ഒരു ഒറ്റപ്പെടൽ ആഗ്രഹിച്ച പഠിച്ച ക്ലാസിക് ഒറ്റപ്പെടൽ ഗെയിമിൻ്റെ ചില സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കണ്ടില്ലേ. പനീഷിനതൊരു സാധ്യത തുറക്കും, പനീഷിനത് ഗുണകരമായിട്ട് വരും. ഷാനവാസ് അത് കുറച്ചും കൂടെ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അതും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഗെയിമാണോ അതിൽ എന്നുള്ളത് എനിക്കറിയില്ല. ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ആയതുകൊണ്ട് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ഷാനവാസ് എന്ത് ചെയ്താലും വിട്ടിത്തരമായിരിക്കും. ഇതിന് ശേഷം മൈജിയുടെ സ്പോൺസേഡ് ടാസ്ക് ഉണ്ടായിരുന്നു. അതും രസമുള്ളൊരു ടാസ്ക്കായിരുന്നു. ഈ സ്പോൺസേഡ് ടാസ്കിൽ എനിക്ക് തോന്നുന്നു രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ വരുന്ന ഒരു ടാസ്ക്കായിരുന്നു ഈ മൈജിയുടെ സ്പോൺസേഡ് ടാസ്ക്. കാരണം കുറേയധികം ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഒക്കെ അവിടെ ഇങ്ങനെ നിലത്തൊട്ടിച്ചിട്ടുണ്ട്. ടി വിയിൽ കാണിക്കുന്ന ഇടത്ത് ഓടിപ്പോയി നിൽക്കുക. അപ്പോൾ അവിടെ നിൽക്കാൻ ഇട കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ ഔട്ട്. ഫൈനലിലേക്ക് അക്ബറും നെവിനും വരുന്നു. അതിനുശേഷം നെവിൻ വിജയിക്കുന്നു. അതൊക്കെയായിരുന്നു ആ ഒരു ഗെയിമിലുണ്ടായിരുന്നത്. വീണ്ടും അനീഷ് ഇങ്ങനെ ക്യാമറ നോക്കി കരയുന്നതും എന്തൊക്കെയോ കുത്തി വരയ്ക്കുന്നതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടു. ഷാനവാസ് ആദിൽ ഉപദേശിക്കുന്നത് നമ്മൾ കണ്ടു. ആദിൽ അത് കേട്ട് ചിരിക്കുന്നത് നമ്മൾ കണ്ടു. എന്താണ് ഗെയിം? എന്താണ് അതിലൂടെ ഗെയിം? അനീഷിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ഗെയിമാണോ? ഷാനവാസിൻ്റെ ഗെയിമും അതൊക്കെ തന്നെ. ഇവരുടെ ഒരു കോംബോ ഭയങ്കര രസമാണ് കേട്ടോ. ഇവർ ഭയങ്കര ഗെയിമേഴ്സാണ്, ഭയങ്കര റിബൽ ഗെയിമേഴ്സാണ് എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ട്. പക്ഷേ ആക്ച്വലി ഇവരുടെ ഗെയിം കൊണ്ട് സിമ്പിളായിട്ട് ആ മനുഷ്യൻ അനീഷ് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ് വേറെ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അനീഷ് ഏതെങ്കിലും ഘട്ടത്തിൽ അനീഷിനെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീരും. അനീഷ് അങ്ങനെ ഇടയ്ക്ക് ഡൗൺ ആയി പോയതല്ലേ, ആരും ടാർഗറ്റ് ചെയ്യാതിരുന്ന സമയത്ത്. തീരും. അങ്ങനത്തെ ഒരു ഗെയിമാണ് അനീഷിന്. അനീഷിന് എന്തോ ലക്കുണ്ട്, ഒത്തിരി ലക്കുള്ള കണ്ടസ്റ്റൻസ് ഉള്ള ഒരു സീസൺ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.